വി ഡി സതീശന് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ PFIയുടെ വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയണമായിരുന്നു. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുമോ? ഗ്രീൻ ആർമി എന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയതെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ വി ഡി സതീശൻ തയ്യാറാവുമോ? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി അടിച്ചിറക്കുന്ന നോട്ടീസിൻ്റെ പിതൃത്വം തങ്ങളല്ല ഇത് അടിച്ചിറക്കിയിരിക്കുന്നത്. പിന്നെ ആരാണ് ഈ ആരാധനാലയങ്ങളിലും മുസ്ലിം സഹോദരന്മാരുടെ വീടുകളിലും ചെന്ന് ഈ പ്രചാരണം നടത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് കാര്യം? പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയും പരസ്യമായൊരു ബാന്ധവം നേരിട്ട് കോൺഗ്രസിൻ്റെ ഓഫീസ് മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ നിറഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയോടൊപ്പം, സതീശനോടൊപ്പം, കോൺഗ്രസിൻ്റെ വാർ റൂമിലും ഗോദയിലും PFIക്കാരാണ് നിറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ വർഗീയ തന്ത്രമാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത്. അവരോട് മത്സരിക്കുകയാണ് LDF. അവർ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പാലക്കാട് വോട്ടർമാർ അവരുടെ സ്വത്വബോധം മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭീകരവാദ ശക്തികളുമായി കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFും LDFും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് ശരിയായ നിലയിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ വിഷയങ്ങളിലും ഈ താല്പര്യമാണുള്ളത്. വഖഫ് ബോർഡിൻ്റെ പുതിയ അധിനിവേശങ്ങൾ വി ഡി സതീശനും പിണറായി വിജയനും കാണുന്നേയില്ല. മുനമ്പത്തുനിന്ന് ചെല്ലാനത്തേക്കും, അവിടെ നിന്ന് ചാവക്കാടേക്കും, അവിടെ നിന്ന് മാനന്തവാടിയിലേക്കും, പിന്നീട് കൽപ്പാത്തിയിലേക്കും, ധോണിയിലേക്കും നൂറണിയിലേക്കുമെല്ലാം ഈ അധിനിവേശം വ്യാപിക്കുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറയുന്നത് വഖഫ് ബോർഡിൻ്റെ അവകാശവാദം പിൻവലിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമാണ് UDFനും LDFനും ഉള്ളത്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ കോൺഗ്രസും CPMും തയ്യാറാവുന്നില്ല. മുസ്ലിം ലീഗ് സാധാരണ നിലയിൽ ഒരു മിതവാദപരമായ പ്രചരണമാണ് എപ്പോഴും നടത്താറുള്ളത്. അത് പോരാ എന്ന് മനസ്സിലാക്കിയിട്ടാണ് വി ഡി സതീശൻ അതിതീവ്ര വർഗീയ സംഘടനകളുമായി, ഭീകരവാദ സംഘടനകളുമായി കൂട്ടുചേരുന്നത്. പാലക്കാട് അത് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും അവരുടെ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് അവരെ പിൻനിരയിലേക്കാക്കി പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും മുന്നിൽ നിർത്തുകയാണ് വി ഡി സതീശൻ. വലിയ രാജ്യദ്രോഹമാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. 4 വോട്ടിന് വേണ്ടി ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരുമായിട്ടാണ് വി ഡി സതീശൻ കൂട്ടുകൂടുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് കാരണമായ ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളെ, അവരുടെ കുടുംബാംഗങ്ങളെ എന്തിന് സന്ദർശിച്ചു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടിയേ പറയുന്നില്ല. ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചൂടാവുകയാണ്. ഇത് അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. തെരഞ്ഞെടുപ്പ് 20-ാം തീയതി കഴിയും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇനിയും സമാധാനത്തോടെ സ്വൈര്യമായിട്ട് ജീവിക്കേണ്ടതാണ് ഈ നാട്ടിൽ. സതീശൻ ഇവിടുന്ന് പറവൂരിലേക്ക് പോകും. പക്ഷേ ഇത്തരം വിഷവിത്തുകളെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് നാട്ടിൽ കലാപമുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ളത് നാം തിരിച്ചറിയണം.